കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വെടിയേറ്റ് മരിച്ച CPM ഇടവേലിക്കൽ ബ്രാഞ്ച് അംഗവും DYFI യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന നാൽപ്പാടി വാസു അനുസ്മരണം നടത്തി. 33ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ പുലിയങ്ങോട് നാൽപ്പാടി വാസു മന്ദിരത്തിൽ KT ചന്ദ്രൻ പതാക ഉയർത്തി. നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തി. ബുധനാഴ്ച വൈകുന്നേരം മട്ടന്നൂർ കോടതി പരിസരത്തു നിന്നും ആരംഭിച്ച റെഡ് വാളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നൂറുകണക്കിന് റെഡ് വാളണ്ടിയർമാരും ബഹുജനങ്ങളും അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം A. റഹീം MP ഉദ്ഘാടനം ചെയ്തു. തീവ്രബലത്തിന്റെ സംഹാരതാണ്ഡവങ്ങളുടെ വാർത്തകൾക്ക് നടുവിൽ ഈ രാജ്യത്തിന്റെ ഇങ്ങേറ്റത്ത് ഒരു ചെറിയ സംസ്ഥാനം ഇടതുപക്ഷത്തിന്റെ ചെമ്പതാക ഹൃദയത്തോട് ചേർത്ത് വരിച്ച ഒരു കാലം 1957 EMS രാജ്യത്തെ ഗവൺമെന്റ് വരുന്നത്. ഇതൊരു ചരിത്രമായി. അതിനുശേഷം സമാനമായ ഒരു ചരിത്രം പിന്നെ രേഖപ്പെടുത്തപ്പെട്ടത് 2021 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് തുടർച്ചയായി. 1957 നിന്ന് 2021 എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ലോകരാഷ്ട്രീയത്തിൽ വന്ന മാറ്റം. ജില്ലാ കമ്മിറ്റി അംഗം NV ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CV ശശീന്ദ്രൻ, KT ചന്ദ്രൻ, K ഭാസ്കരൻ, M രാജൻ, KC മനോജ്, ഏരിയ സെക്രട്ടറി M രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.